നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം പഞ്ചായത്തിലെ 96-ാം നമ്പർ പ്രതീക്ഷാ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഓവുചാൽ തകർന്ന് റോഡ് കുഴിയായി. തീവണ്ടി യാത്രാക്കൂലി വർധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ 96-ാം നമ്പർ പ്രതീക്ഷാ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനത്തിന് സ്വന്തം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അറിവ് പകരാൻ, അല്ലെങ്കിൽ അവരെ സൽസ്വഭാവികളാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായ ഒരു സംഗതിയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർമാരുടെയും ഇപ്പോൾ നിലവിലുള്ള മെമ്പർമാരുടെയും ഒക്കെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ തന്നെ പ്രവർത്തനഫലമായിട്ട് നമുക്ക് ഇവിടെ പിടികപ്പറമ്പിൽ മോഹനൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തന്ന സ്ഥലത്താണ് ഈ അംഗൻവാടി പണിതിട്ടുള്ളത്. ആദ്യമായി അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ സ്ഥലം തരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായ സംഗതിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ വില ഒക്കെ തന്നെ എടുത്തു നോക്കുമ്പോൾ ആരും അതിന് മുതിരാറില്ല. നല്ല ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു തരാനായിട്ട് ആ മനസ്സ് കാണിച്ചത്. അതുപോലെ തന്നെ തീരദേശ വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കെട്ടിടം പണി തീർത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ പലവിധ മേഖലകളിൽ നിന്നുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിടം ഇന്ന് പ്രവർത്തന സജ്ജമാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ചടങ്ങിൽ അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP രഘുനാഥ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ പ്രകാശൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ KB അജയ് ഘോഷ്, ഗീത മാധവൻ, ICDS സൂപ്പർവൈസർ K ശശികല ദേവി, പഞ്ചായത്ത് സെക്രട്ടറി PS അബ്ദുൽ റബ്ബ് എന്നിവരും സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഓവുചാൽ തകർന്ന് റോഡ് കുഴിയായി. കൊപ്രക്കളം ജവഹർ റോഡാണ് തോടിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന കോൺക്രീറ്റ് പൈപ്പ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായത്. റോഡിലൂടെ ടോറസ് വാഹനം കടന്നുപോയതിനെ തുടർന്നാണ് പൈപ്പ് തകർന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. റോഡ് തകർന്ന് 1.5 മാസമായിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. തീവണ്ടി യാത്രാക്കൂലി വർധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. മൂന്നുപീടികയിൽ നടന്ന പ്രകടനത്തിന് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KM നിഷാദ്, ജനറൽ സെക്രട്ടറി KK സക്കരിയ, ട്രഷറർ CAM അഷ്റഫ്, വൈസ് പ്രസിഡന്റുമാരായ PK ഹംസ, PB അനസ്, PM സൈനുദ്ദീൻ, UY ഷമീർ, ഇബ്രാഹിം എടവിലങ്ങ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. KM നിഷാദ് അധ്യക്ഷനായി. ഇവിടെ സാധാരണക്കാരുടെ വാഹനം എന്നറിയപ്പെടുന്ന ട്രെയിനിന്റെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു ജനദ്രോഹ നയ പരിപാടിയാണ് ആദ്യമായി മോഡി സർക്കാർ ഏറ്റെടുത്തത്. ഇവിടെ മോഡി സർക്കാർ 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ UPA ഗവൺമെൻറ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാതെ അവർക്ക് ഏറ്റവും കൂടുതൽ ജനദ്രോഹ പരിപാടികൾ ചെയ്ത ഒരു സർക്കാരാണ് UPA. അതുകൊണ്ട് വരാൻ പോകുന്ന മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഈ നാടിൻ്റെ വികസനവും ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കഷ്ടതകൾ അറിഞ്ഞുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രയത്നവുമാണ് എന്ന് പറഞ്ഞ മോഡിയുടെ സർക്കാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്തെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ UPA ഗവൺമെൻറ് ട്രെയിനിൻ്റെ ബന്ധപ്പെട്ട യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പോലും അവരുടെ ആ UPA ഗവൺമെൻറ് ആ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ അത് നിലനിർത്തുകയും ചെയ്യുകയും ചെയ്തപ്പോൾ
SNDP യോഗം നാട്ടിക യൂണിയൻ മൈക്രോ ഫിനാൻസ് വനിതാ സംഘം യൂണിറ്റുകളുടെ കൺവെൻഷൻ നടത്തി. യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോത്സാഹനം പോലും കൊടുക്കാൻ ഒരു ഗവൺമെന്റും മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ ഒന്നും തയ്യാറാവാതെ ഇരുന്നതിന്റെ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നുണ്ടായ ഇന്ത്യ ഗവൺമെന്റിന്റെ മാറ്റം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലൂടെ അത് പ്രകടമായത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഞാൻ BJP-കാരനായിട്ടോ ആവാൻ പോണത് കൊണ്ട് പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും യാതൊരുവിധ പ്രതിബന്ധവും ഇല്ലാത്ത ഒരാളാണ്. ഒരു SNDP മാത്രം താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ളതായിരിക്കും കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറയാണ്. അത്തരത്തിൽ നമ്മളെ തഴയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ് ഈ ഇന്ത്യയുടെ ഭരണമാറ്റം. വലിയ തറവാടിത്തമായിട്ട് മാറി മാറി ഭരിച്ചു വന്നിട്ട് സ്വന്തം ഒരു ആ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ അർഹതയില്ലാത്തവരായി മാറേണ്ട ഒരു ഗതികേട് വന്നു. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകളെ കണ്ടില്ല എന്ന് നടിക്കാൻ, നമ്മുടെ അവകാശങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മാത്രം എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലായാലും എല്ലാ മേഖലയിലും അവരെ മാത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നതിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ജൂൺ 28-ന് എടമുട്ടം ശ്രീനാരായണ ഹാളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന മെറിറ്റ് ഡേയിൽ 2000 പേരെ പങ്കെടുപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജയന്തൻ പുത്തൂര് അധ്യക്ഷത വഹിച്ചു. KV ജയരാജൻ, പ്രകാശ് കടവിൽ, യമുന രവീന്ദ്രൻ, നരേന്ദ്രൻ തയ്യിൽ, വിശ്വംഭരൻ എന്നിവരും സംസാരിച്ചു. ഇടവേള.